Hi friends, നമുക്കെല്ലാവർക്കും അറിയാലോ ഏകദേശം ബിടെക് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ടൈമാണിത്. ധാരാളം എക്സാംസ്, ട്രേഡ്സ്മാൻ, ഓവർസിയർ, ഇലക്ട്രിക്കൽ, സബ് എഞ്ചിനീയർ അങ്ങനെ തുടങ്ങിയ ധാരാളം വേക്കൻസീസ് വന്നിരിക്കുന്ന സമയത്ത് ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് എത്തിപ്പിടിക്കാൻ പറ്റാവുന്ന ദൂരത്തിൽ തന്നെയാണ്. അപ്പൊ ഈ ഇതിലൂടെ നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. എ പോയിന്റ് വെയർ മൾട്ടിപ്പിൾ കോമ്പണന്റ് ടെർമിനൽ മീറ്റ് ഈസ് കോൾഡ്. മൾട്ടിപ്പിൾ കോമ്പണന്റ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം 1 or 2 ബ്രാഞ്ചസ് മീറ്റ്, അങ്ങനെയുള്ള പോയിന്റ്സിനെ നമ്മൾ എന്താ പറയാ, മീറ്റിംഗ് പോയിന്റ് അല്ലെ, നോഡ് എന്നാണ് അതിനർത്ഥം. So the answer for first question is node. When two nodes are joined together, it is called. രണ്ട് നോഡ്സ് തമ്മിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്താ പറയുക? അതിന്റെ പേരാണ് ബ്രാഞ്ച്. ഇവിടെ നോക്കൂ, N1 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, N2 എന്ന് പറഞ്ഞ നോഡ് ഉണ്ട്. രണ്ടും കൂടി ഒരു എലമെന്റിലൂടെ നമ്മൾ കണക്ട് ചെയ്യണം. അതിനെ ബ്രാഞ്ച് എന്ന് പറയാം. If this resistance is equal to 0, that means the element is a short circuit. ഒരു ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ അതിനെ നമ്മൾ ബ്രാഞ്ച് എന്നാണ് പറയുക. അടുത്തത്, which among the following true about Ohm's law? Ohm's law നമുക്കറിയാം അല്ലേ? The current flowing through a conductor is directly proportional to the potential difference between ends of the conductor. I is directly proportional to V ആണ്. ആ proportionality sign നമ്മൾ എടുക്കുമ്പോൾ I is equal to V is equal to I into R എന്ന് വരും. I is equal to V by R. അപ്പോൾ അത് മൂന്നും true ആണ്. So all the above is the answer. Fourth question, if a number of resistors are connected in parallel, then the reciprocal of total resistance is equal to. Number of resistance parallel ആയി കണക്ട് ചെയ്യുമ്പോൾ reciprocal of total resistance എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ അറിയാം, 1 by R equivalent is equal to 1 by R1 plus 1 by R2 plus 1 by R3 to 1 by Rn. So our answer is എന്താണ്? The sum of the reciprocal of individual resistances. അടുത്തത്, in any network of wires carrying current, the algebraic sum of all currents meeting at a point is equal to. ഇത് ഏത് ലോ ആയിട്ട് നമുക്ക് പറയാം? കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ അല്ലെ, കിർച്ചോഫ്സ് കറന്റ് ലോ, അല്ലെങ്കിൽ the law of conservation of charge. The Kirchhoff's law which is dealing with the law of conservation of charge ഏതാണ്? is known as Kirchhoff's current law. According to Kirchhoff's current law, the current entering a point is equal to current leaving the point, അല്ലെങ്കിൽ the total current in a junction is equal to 0. So the answer is B, 0. Sixth question, which of the following metals or compounds do not follow Ohm's law? അപ്പോൾ നമുക്കറിയാം ഓംസ് ലോ എന്താ ഡെഫിനിഷൻ പറയുന്നത്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നുള്ള ഇത് പറയുന്നുണ്ട് അല്ലെ. ദി കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. അതിൽ നിന്ന് നമ്മൾ റെസിസ്റ്റൻസ് നമുക്ക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാം. ഓംസ് ലോ ഈസ് വാലിഡ് ഓൺലി ഫോർ മെറ്റൽസ് ഓർ കണ്ടക്ടേഴ്സ്. ഇറ്റ് ഡസ് നോട്ട് ഒബേ ഫോർ സെമി കണ്ടക്ടേഴ്സ്, gaseous substance, നോൺ കണ്ടക്ടേഴ്സിനോ സെമി കണ്ടക്ടേഴ്സിനോ gaseous സബ്സ്റ്റൻസോ ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. സോ ഇവിടെ ഗോൾഡ്, സിൽവർ, കോപ്പർ ഒക്കെ മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് ആണ്. അത് ഒബേ ചെയ്യാത്തത് ഓപ്ഷൻ ഡി, ജർമീനിയം, ആർസെനിക്. ക്വസ്റ്റ്യൻ നമ്പർ 8, in Ohm's law dash is directly proportional to current. നമുക്കറിയാം അല്ലേ. ആൻസർ ഈസ് വോൾട്ടേജ്. The resistance in the open circuit is, open circuit എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെ ആയിരിക്കണം? ഇൻഫിനിറ്റി ആയിരിക്കണം, ഇൻഫിനിറ്റിലി ഹൈ ആയിരിക്കണം. So the answer is B. In which of the following cases Ohm's law is not applicable? Ohm's law applicable അല്ലാത്ത കേസസ് ഏതൊക്കെയാണ്? ഇൻസുലേറ്ററിന്റെ കേസിൽ Ohm's law applicable അല്ല. മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്ന കണ്ടക്ടേഴ്സിൽ Ohm's law applicable ആണ്. ആൻസർ ഈസ് C. A junction where two or more network elements meet is known as. രണ്ടോ അതിലധികമോ നെറ്റ്വർക്ക് എലമെന്റ്സ് മീറ്റ് ചെയ്യുന്ന ജംഗ്ഷനെ നമ്മൾ എന്താ പറയാ? നോഡ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. How much current is produced by a voltage of 18 kilovolt across a 15 kilo ohm? According to Ohm's law, V is equal to IR. ഇവിടെ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. So current is equal to V by R. 18 kilovolt by 15 kilo ohm is 1.2 ampere. Option A. Which of the following is Kirchhoff's second law? Kirchhoff's second law is related to എന്താണ്?
Kirchhoff's voltage law എന്ന് പറയാം. It is also called as the law of conservation of energy ആണ്. It is the basic theory behind mesh analysis. Mesh analysis ൽ Kirchhoff's second law ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So the answer is Kirchhoff's voltage law. 13th question. The nodal analysis is based on Kirchhoff's current law ആണ്, voltage law ആണ്, law of conservation of energy. അപ്പോൾ nodal analysis ഏതാണ്? നോഡൽ അനാലിസിസിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? കറണ്ട് എൻറ്ററിങ് ആൻഡ് കറണ്ട് ലീവിങ്ങിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ആ നോഡിൽ എത്രത്തോളം കറണ്ട് വരുന്നുണ്ട്, ലീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു Kirchhoff's ഫസ്റ്റ് ലോ, Kirchhoff's current law or law of conservation of charge. 14th question. Kirchhoff's voltage law is related to Kirchhoff's voltage law എന്ന് പറയുമ്പോൾ Kirchhoff's second law ആണ്. ഇറ്റ്സ് റിലേറ്റഡ് ടു എന്താ പറയുന്നത്? ഒരു ലൂപ്പില് total battery voltage അല്ലെങ്കിൽ total voltage അല്ലെങ്കിൽ total EMF around a loop is equal to 0 എന്നാ പറയുന്നത്. അപ്പോൾ ബാറ്ററി ഉണ്ട്, റെസിസ്റ്റൻസ് ഉള്ള ഡ്രോപ്പ് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് പറയാൻ. അപ്പോൾ ബാറ്ററി EMF and IR ഡ്രോപ്പ് വരുന്നുണ്ട്. ആൻസർ is D, both B and C. Which of the following inductor will have the least eddy current losses? അപ്പോൾ least eddy current losses വരുന്ന എയർ കോർ ആണ്. ലാമിനേറ്റഡ് അയൺ കോർ എന്തിനു വേണ്ടിയാണ് നമ്മൾ ലാമിനേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അയൺ കോറിൽ എഡി കറന്റ് ലോസ് കൂടുതലായിരിക്കും. സോ എയർ കോർ ലീസ്റ്റ് എഡി കറന്റ് ലോസ് എയർ കോറിലാണ് കിട്ടുന്നത്. എഡി കറന്റ് ലോസ് ഈസ് കണ്ടക്റ്റീവ് I square R loss produced by circulating current induced in response to an AC flux linkage flowing against the internal resistance of the core. സോളിഡ് മെറ്റൽ കോർ ആണെങ്കിൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം എഡി കറന്റ് കൂടും ഡ്യൂ ടു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ കോർ. സോ ഹിയർ ദി ആൻസർ ഈസ് എ, എയർ കോർ. എ ക്രാക്ക് ഇൻ ദ മാഗ്നറ്റിക് പാത്ത് ഓഫ് എൻ ഇൻഡക്ടർ വിൽ റിസൾട്ട് ഇൻ മാഗ്നറ്റിക് പാത്ത്. ഒരു ഇൻഡക്ടറിന്റെ മാഗ്നറ്റിക് പാത്തിൽ ഒരു ക്രാക്ക് വന്നു കഴിഞ്ഞാൽ എന്താകും? സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡക്റ്റൻസ് കുറയും. സോ ദി ആൻസർ ഈസ് ഡി, റെഡ്യൂസ് ഇൻഡക്റ്റൻസ്. ദി യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് നമുക്കറിയാം അല്ലെ, ഹെൻറി ആണ്. ഇനി ഇൻഡക്റ്റൻസിന് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. എന്താണത്? ഇൻഡക്റ്റൻസ് ഈസ് ഈക്വൽ ടു N∅/I ആണ്. അപ്പൊ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് അവിടെ നിൽക്കട്ടെ. സോ ഇൻഡക്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5/I ആണ്. സോ വെബർ പെർ ആംപിയർ എന്ന ഒരു യൂണിറ്റ് കൂടി നമുക്ക് കിട്ടും. ഓൾസോ EMF എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു -LdI/dt ആണ്. സോ വോൾട്ട് സെക്കൻഡ് ബൈ ആംപിയർ എന്ന യൂണിറ്റ് നമുക്ക് എഴുതാം. സോ ഓൾ ഓഫ് ദീസ് ഈസ് ദ ആൻസർ. Answer D. Inductance has the dimension of same formula. Inductance L is equal to N∅/I. അതുകൊണ്ട് തന്നെ flux by current is the dimension. The coefficient of coupling between two air core coils depends on. രണ്ട് എയർ കോർ ആയിട്ടുള്ള കോയിൽസ് തമ്മിലുള്ള coefficient of coupling എന്തിനെയാണ് ഡിപെൻഡ് ചെയ്യുന്നത്? Answer the mutual inductance and a self inductance of two coils. കാരണം we have the formula M is equal to root of M is equal to K root of L1 L2. So K is known as the coefficient of coupling. L1 L2 എന്ന് പറഞ്ഞാൽ രണ്ട് single inductance ആണ്. M is a mutual inductance. Answer is C. Lower the self inductance of the coil, smaller the delay in establishing steady state current. കാരണം ഇൻഡക്റ്റൻസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ, resist the variation of electric current without energy losses. ഒരു സർക്യൂട്ടിലുള്ള ഇലക്ട്രിക് കറന്റിന്റെ പെട്ടെന്നുള്ള വേരിയേഷൻ കൂടുന്നതോ കുറയുന്നതോ ഇൻഡക്റ്റൻസ് പ്രിവെന്റ് ചെയ്യും. or opposes the sudden decay or growth of current in the circuit. അതുകൊണ്ട് തന്നെ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ കുറയുമ്പോൾ എന്താകും? ആ കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഡിലേ ടൈം കുറയും. അതുകൊണ്ട് പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആകും. In case of an inductance, the current is proportional to magnetic field ആണ്. കാരണം we know that inductance is equal to N∅/I ആണ്. So inductance ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ N∅/I, phi is directly proportional to current. So answer is B, magnetic field. Mutual inductance between two magnetically coupled coils depends on permeability of the core. കാരണം M mutual inductance is equal to K into root of L1 L2 ആണ്. Mutual inductance has another equation. M is equal to N²/L or N∅/I. ഒക്കെ mutual inductance ന്റെ equations ആണ്. So it depends on the permeability of the core material, number of turns of the coil, cross sectional area of their common core. Because mutual inductance M is equal to N²/S ആണ്.
N1 N2 by S. S is the reluctance. S in ഒരു equation ഉണ്ട്. S is equal to L by mu 0 mu R into A. So it depends on the permeability, number of turns and cross sectional area. 23rd question. Higher the self-inductance of the coil. Self-inductance കൂടുമ്പോൾ longer the delay in establishing steady state current. നമ്മൾ അപ്പോൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. സെൽഫ് ഇൻഡക്റ്റൻസ് കൂടുന്തോറും ഇറ്റ് വിൽ oppose the growth or decay of current in the circuit. അപ്പോൾ അതുകൊണ്ട് തന്നെ കറന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ടൈം കൂടും. സോ ലോങ്ങർ ദ ഡിലേ. Which of the following circuit element stores energy in the electromagnetic field? Inductor stores energy in the electromagnetic field while capacitor stores energy in the electric field. Inductor മാഗ്നറ്റിക് ഫീൽഡിലും കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡിലുമാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. So hope you all look these questions and study well. Thank you so much.